വിപുലമായി ഉണ്ടാക്കിയ നമ്മുടെ ഈ തോർത്താണ് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ തോർത്ത് നിങ്ങൾ എല്ലാവരും വാങ്ങി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. വരുന്നോ വരുന്നോ മണിയാട്ടി വരുന്നോ സ്വന്തം രാധാമണി മണ്ണിലിട്ടാട്ടി ഉണ്ടാക്കിയ തോർത്തുകൾ, അതാണ് രാധാസ് തോർത്തുകൾ. മറ്റു തോർത്തുകളിൽ നിന്നും നമ്മുടെ തോർത്തിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രത്യേകത നൂലാണ്. മറ്റു തോർത്തുകളിൽ ഇവരുടെ ലോക്കൽ പട്ടുനൂൽ പുഴുക്കൾ എന്ന നൂൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ രാധാമണി രാധാസ് തോർത്തിൽ ഉപയോഗിച്ചത് അങ്ങ് ദൂരെ ഹിമാലയത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക തരം പട്ടുനൂൽ പുഴുവിനുള്ള നൂലാണ്. കുളിക്കാനും ഉടുക്കാനും അടിക്കാനും തുടയ്ക്കാനും ഉപയോഗങ്ങൾ അതേതുമാകട്ടെ, തോർത്തുകൾ അത് രാധാസ് തന്നെ. കാണുമ്പോൾ നിങ്ങളുടെ ഭർത്താക്കന്മാർ വികാരമില്ലാതെ നിൽക്കാറുണ്ടോ എങ്കിൽ നിങ്ങൾ ഇനി വിഷമിക്കേണ്ടതുള്ള ഞങ്ങളുടെ രാധാസ് ഉണ്ട്. അടുത്തതായി നമുക്കൊരു കസ്റ്റമർ റിവ്യൂ കേട്ട് നോക്കാം. വെൽക്കം ചേച്ചി, തോർത്തുകളെ പറ്റി പറഞ്ഞോളൂ. എന്റെ പേര് കോമളം. 20 വർഷമായി എന്റെ ഭർത്താവ് കിടപ്പിലായിരുന്നു. ഒരുപാട് ഡോക്ടറെ കാണിച്ചിട്ടും ഒരു ഫലം ഉണ്ടായില്ല. അങ്ങനെയാണ് TV പരസ്യം കണ്ട് ഞാൻ രാധാസ് തോർത്ത് വാങ്ങിച്ചത്. ഒരു ദിവസം കുളിച്ച് ഈറനെടുത്ത് വന്നപ്പോൾ കോമളയിൽ എന്നൊരു വിളി. നോക്കിയപ്പോൾ തടിച്ച മുരിങ്ങാക്കോല് പോലെ നിൽക്കുക എന്റെ ഏട്ടെ. ഇന്നുവരെ എനിക്കൊരു സ്വപ്നമായിരുന്നു. നോക്കൂ, 6 മാസം ഗർഭിണിയാണ്. ഇനി എനിക്ക് പിറക്കാൻ പോകുന്ന കൊച്ചിന് രാധേ എന്ന് പേരിടും. അത്രത്തോളം കടപ്പാടും നന്ദിയുണ്ട് രാധാസ് തോർത്തിനോട്. താങ്ക് യു രാധാസ് തോർത്ത്. എത്ര സന്തോഷവതിയാണ്. അതെ, നിങ്ങളെ അതീവ സുന്ദരിയാക്കാനും വികാരമില്ലാത്ത നിങ്ങളുടെ ഭർത്താക്കന്മാരിൽ വികാരമുണർത്തി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സുഖകരവും സന്തോഷകരമാക്കാൻ നമ്മുടെ രാധാസ് തോർത്തിൽ നിങ്ങൾക്ക് മുന്നിൽ ചാണകപ്പച്ച, പഴുത്തമല്ല, തൈരുവെള്ള, അങ്ങനെ തുടങ്ങി പല വർണ്ണങ്ങളിൽ പല ഗന്ധങ്ങളിൽ നമ്മുടെ തോർത്തുകൾ ലഭ്യമാണ്. നിങ്ങൾക്ക് ഈ തോർത്ത് ലഭ്യമാക്കാൻ താഴെ ഓടിച്ചാടി കളിക്കുന്ന നമ്പറിൽ മിസ് കോൾ അടിക്കൂ, ഡയൽ ചെയ്യൂ, വിളിക്കൂ, തോർത്തുകൾ സ്വന്തമാക്കൂ. 99887770. നമ്മുടെ തോർത്തിന്റെ വില വരുന്നത് വെറും 999 രൂപ മാത്രം. അതെ, നിങ്ങളുടെ രാധാസ് തോർത്ത് നിങ്ങൾ സ്വന്തമാക്കേണ്ടതാണ്. മറ്റു തോർത്തുകളിൽ നമ്മുടെ തോർത്തിനെ വ്യക്തമാക്കുന്ന വേറൊരു പ്രധാന ഘടകം എന്നാൽ നമ്മുടെ തോർത്തിന്റെ നൂലിഴകളുടെ തുളയുടെ സൈസാണ്. ആ സൈസ് കസ്റ്റമേഴ്സിന്റെ ഉപയോഗത്തിന്റെ പ്രകാരം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ്. പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് വലിയ തുളയും മുലയൂട്ടുന്ന അമ്മമാർക്ക് ചെറിയ തുളയും ഇതിന് സഹായിക്കാൻ പുരുഷന്മാർക്ക് ഇടത്തരം തുളയുമുള്ള തോർത്തുകൾ ലഭ്യമാണ്. അത് മാത്രമല്ല മക്കളെ, നമ്മുടെ ഈ തോർത്ത് ഇപ്പോൾ ഇന്ത്യ ആകെ ഡെലിവറി അവൈലബിൾ ആണ്. നമുക്ക് ഒരു കസ്റ്റമറിന്റെ റിവ്യൂ കൂടി കേട്ട് നോക്കാം. ചേട്ടന്മാരെ, എൻ്റെ പേര് കാദർ. ഇവിടെ ഒരു കടയിൽ പൊറോട്ട അടിക്കുന്നതാണ് ജോലി. ഞാനൊരു പഴയ തോർത്തായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഞാൻ അടിക്കുന്ന പൊറോട്ടയൊന്നും ആരും വാങ്ങാതായി. അപ്പോഴാണ് എൻ്റെ മലയാളി ഈ തോർത്ത് വാങ്ങിത്തരുന്നത്. ഇപ്പോ കാദറിന്റെ പൊറോട്ട കഴിക്കാൻ ജനത്തിരക്കാ. കണ്ടില്ലേ, കേരളത്തിലെ ബംഗാളി മുതൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ ഫഹദ് ഫാസിൽ വരെ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്വന്തം രാധാസ് തോർപ്പാണ്. രാത്രി കാലങ്ങളിൽ ഹോട്ടലിൽ റൂം എടുത്ത് റെയ്ഡ് പേടിച്ച് അന്താക്ഷരി കളിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഇനി മുതൽ നിങ്ങൾക്ക് ആ പേടി വേണ്ട. റെയ്ഡ് വന്നാലും പോലീസ് പിടിച്ചാലും തുണിയില്ലാതെ ഇറങ്ങിയോടി മാനം മറക്കാൻ രാധാസ് തോർത്തുകൾ. സ്ഥിരമായി വളി വിടുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ വളിയുടെ മണം നിങ്ങളുടെ ചുറ്റുമുള്ളവരെ അസ്വസ്ഥരാക്കുന്നുണ്ടോ? നിങ്ങളുടെ ഭാര്യമാരെ, നിങ്ങളുടെ മക്കളെ, ഭർത്താക്കന്മാരെ, അയലത്തെ വീട്ടിലെ ചേച്ചിയെ, അയലത്തെ വീട്ടിലെ ചേട്ടനെ അസ്വസ്ഥരാക്കുന്നുണ്ടോ? എന്നാൽ മണമില്ലാതെ ഒതുക്കി വളിവിടാൻ നിങ്ങളെ സഹായിക്കുന്ന പുതിയ തോർത്തുകൾ, അതാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന രാധാസ് തോർത്തുകൾ. അത് അടുത്തതായി നമുക്ക് നമ്മുടെ ഒരു കസ്റ്റമറിന്റെ റിവ്യൂ കേട്ട് നോക്കാം. എൻ്റെ പേര് ജോസ്. പണ്ട് എനിക്ക് സ്ഥിരമായി വളി പോണ അസുഖമുണ്ടായിരുന്നു. എൻ്റെ വളിയുടെ മണം കാരണം എൻ്റെ ഭാര്യയും മക്കളും പോയി. എൻ്റെ പെങ്ങളുടെ കല്യാണം വരെ മുടങ്ങിപ്പോയി. അങ്ങനെയാണ് ഞാൻ ഈ പരസ്യം കണ്ട് രാധാസ് തോർത്ത് വാങ്ങുന്നത്. രാധാസ് തോർത്തിട്ട് വളി കിട്ടതിന് ശേഷം എൻ്റെ വളിക്ക് ഇപ്പോൾ മണമില്ല. വിശ്വാസം വരുന്നില്ലല്ലേ? ഇപ്പൊ എൻ്റെ വളിക്ക് മണമുണ്ടോ?
മോളെ അത് എന്റെ വളിയുടെ ആയിരിക്കില്ല, നിന്റെ വളിയുടെ ആയിരിക്കും. നീ മാറ്റി കൊടുക്കോ ഒരു രാധാസ്തു. വാവ്, ഇത്രയും സവിശേഷതയുള്ള നമ്മുടെ ഈ തോർത്ത് സ്വന്തമാക്കാൻ ഉടൻ തന്നെ താഴെ കാണുന്ന 99887770 എന്ന നമ്പറിലേക്ക് ഒരേ ഒരു മിസ് കോൾ ചെയ്യൂ. നമ്മുടെ സ്വന്തം രാധാസ് തോർത്ത് നിങ്ങളുടെ കൈകളിലെത്തും. നമ്മുടെ സ്വന്തം രാധാമണി മണിയിട്ടാട്ടി ഉണ്ടാക്കിയ തോർത്തുകൾ ഇപ്പോൾ രാധാമണിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ആദ്യം ഓർഡർ ചെയ്യുന്ന 10 ഭാഗ്യശാലികൾക്ക് ഇതുവരെ കാണാത്ത ഓഫർ സൗജന്യമാണ്. നിങ്ങളുടെ തോർത്തിന്റെ പിന്നാമ്പുറത്തുള്ള QR കോഡ് സ്കാൻ ചെയ്യൂ. ഇതുവരെ ആരും കാണാത്ത സവിശേഷതകളുള്ള സമ്മാനങ്ങൾ വീട്ടിലേക്ക് നേടും. വാവ്, കുടിക്കാനും ഉടുക്കാനും അടിക്കാനും തുടക്കാനും ഉപയോഗങ്ങൾ ഏതുമാകട്ടെ, തോർത്ത് അത് രാധാസ് തന്നെ. താങ്ക് യു. ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഇതില് നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞു മണിയിട്ടാട്ടി ഉണ്ടാക്കിയ ഈ മണിയിട്ടാട്ടി എങ്ങനെ നമ്മൾ പറഞ്ഞത് മണിയിട്ടാട്ടി ഉണ്ടാക്കിയ തോർത്ത്, അതായത് മണിയിട്ട ആട്ടിയ തോർത്തുണ്ടാവുന്നല്ല. രാധാമണി തോർത്തുണ്ടാക്കുന്ന സമയത്ത് മണിയിട്ടാട്ടി, അത് രാധാമണിയുടെ മണിയാവാം, രാധാമണിയുടെ ഭർത്താവിന്റെ മണിയാവാം, അയലത്തെ വീട്ടിലെ ചേട്ടന്റെ മണിയാവാം. ഓരോ ആൾക്കാരുടെ മണിയിട്ടാട്ടി പ്രത്യേക തോർത്തുകളാണ് ഉണ്ടാവുക. സാധ്യതയുണ്ട്, ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ, അവരുടെ തോടെ അനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കപ്പെടുന്നില്ല. ആദ്യം പറഞ്ഞിരുന്നു നമ്മള് തങ്കമണി ചേച്ചിയുടെ മണിയാട്ടി ഏത് തോർത്തായിട്ട് അത് വേറെ തുണയുള്ള ചേർത്താക്കിട്ട് അതിപ്പോ പറയാൻ പറ്റില്ല. വേറൊരു തുണയായിരിക്കും തങ്കമണിയുടെ. നിങ്ങളുടെ പ്രൊഡക്റ്റ് നമുക്ക് അറിയണ്ടേ, നല്ല വാങ്ങാൻ പറ്റും. അറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ തങ്കമണി പ്രൊഡക്റ്റ് വാങ്ങണ്ട എന്നാണോ? അത് തങ്കമണിയുടെ സൈസ് അനുസരിച്ച് അതിന്റെ വലുപ്പവും തുളയും അതിന്റെ നൂലുകളൊക്കെ വരും. തങ്കമണിക്ക് എത്ര സൈസ് വേണോ അത്ര ഇതിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഏതാണ് തങ്കമണി ചേച്ചി മണിയിട്ടാട്ടി എത്ര സൈസിലുണ്ടാവും? അത് തങ്കമണി പല തങ്കമണിമാരും ലോകത്ത് നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അറിയണ്ടേ? അതെ, പല തങ്കമണിമാരുണ്ടല്ലോ. തങ്കമണി നമ്മുടെ കസ്റ്റമറാണ്. ഇപ്പൊ തങ്കമണി ചെറിയ സൈസാണ്, ചെറിയ തോള. വലിയ സൈസാണ്. ഭർത്താവിന്റെ മണിയുടെ സൈസ് കൂടുക കുറയോ? അത് രാധാമണിക്ക് അറിയുള്ളൂ. രാധാമണിയുടെ ഭർത്താവിന്റെ സൈസ് രാധാമണിക്കല്ലേ അറിയുള്ളൂ, എനിക്കറിയില്ലല്ലോ. ഞാൻ നോക്കാൻ പോകുന്നില്ല. കിടപ്പറയിൽ ഓടി നോക്കുന്നത് തെറ്റാണെന്നാണ് എനിക്കറിയാവുന്നത്. കിടപ്പറയിൽ മാത്രമേ തോർത്തെടുക്കുന്നുണ്ടോ? കിടപ്പറയിലും തോർത്തെടുക്കാം, കുളിക്കുമ്പോൾ തോർത്തെടുക്കാം. എല്ലാം കഴിയുമ്പോൾ തോർത്തെടുക്കാമല്ലോ. തോർത്തിന് പല ഉപയോഗങ്ങളുണ്ട്. അല്ല, നിങ്ങളുടെ പ്രൊഡക്റ്റ് അഡ്വർടൈസ് ചെയ്യുമ്പോൾ എത്ര സൈസിലാണ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണ്ടേ? അപ്പൊ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റില്ല എന്നല്ലേ അർത്ഥം? കസ്റ്റമൈസ്ഡ് ആണല്ലോ, അത് കസ്റ്റമർ ഏത് സൈസ് പറയുന്നോ ആ സൈസിൽ കസ്റ്റമൈസ് കൊടുക്കപ്പെടും. അതിന് ആദ്യം പറഞ്ഞത് കസ്റ്റമറിന്റെ എന്താണോ ഉദ്ദേശം അത് നമ്മൾ നിറവേറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, പ്രസവിക്കുന്ന സ്ത്രീകൾക്കാണെങ്കിൽ പ്രസവിക്കാൻ വലിയ തുള വേണം, വലിയ തുള ഇരിക്കട്ടെ. മുലവിട്ട് നമ്മമാർക്കാണെ ചെറിയ തുള മതി, ചെറിയ തുള ഇരിക്കട്ടെ. പിന്നെ ഇനിയിപ്പോ ഇന്ന് രണ്ടിലും പുരുഷന്മാർക്കാണ് സഹായിക്കണ്ടേ, പുരുഷന്മാരുടെ റോൾ ഒരു വലിയ റോള് തന്നെ. അതിനെ സഹായിക്കാൻ ഇടത്തരം തോർത്ത് മതി. തുള കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. രാധാമണിയാണോ തങ്കമണിയാണോ? രാധാമണി. അത് നേരത്തെ തങ്കമണി എന്നാണല്ലോ പറഞ്ഞത്. അല്ല, അത് ചോദിച്ചു തങ്കമണിക്ക് എങ്ങനെ കൊടുക്കുമെന്ന് ചോദിച്ചു, അതുകൊണ്ടാണ് തങ്കമണി എന്ന് പറഞ്ഞത്. പിന്നെ പുരുഷന്മാർ ഉപയോഗിച്ചാൽ വികാരഭരിതരാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു പോപ്പുലേഷൻ കൺട്രോളിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല, ഭയങ്കരമായിട്ട് പോപ്പുലേഷൻ കൂടാൻ ചാൻസ് ഇല്ല. നമ്മൾ മനുഷ്യന്മാര് വികാരമില്ലാത്ത ജീവികളൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ഇതെല്ലാം കൺട്രോൾ ചെയ്തിട്ട് പോപ്പുലേഷൻ കൺട്രോളിൽ കാര്യം ഉണ്ടാവും. നമുക്ക് നമ്മുടെ സുഖവും സന്തോഷമല്ലേ ആദ്യം വരുന്നത്. ഇവിടെ നിങ്ങൾ നമ്പർ പറഞ്ഞിരുന്നല്ലോ 999887770. അതിന് മിസ്ഡ് കോൾ അടിച്ച് കഴിഞ്ഞാൽ എത്ര നേരം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വിളിക്കാം? അതിലൊരു 10-15 മിനിറ്റ് ചിലപ്പോൾ ഒരു ദിവസം ഉണ്ട്. കാരണം രാധാമണി ഇപ്പൊ തിരക്കിലാണ്, കുറെ ഓർഡേഴ്സ് വേണ്ട. അപ്പൊ ഓർഡർ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ തിരക്കുകൾ വരും. ഒരു 1-2 ദിവസങ്ങൾ എടുത്ത്. അപ്പൊ രാത്രി വിളിച്ചാണോ പകൽ വിളിച്ചാണോ? രാത്രി വിളിച്ചാൽ വേറെ ആയിരിക്കും നടക്കുന്നത്. തോർത്തല്ല കിട്ടുന്നത്, രാധാമണിയെ കിട്ടും. അപ്പോ രാധാമണിയെ വെച്ചുള്ള മാർക്കറ്റിംഗ് ആണ് നിങ്ങൾ ഉദ്ദേശിച്ചത്, തോർത്ത് വെച്ചിട്ടുള്ള ഉദ്ദേശിച്ചത്? രണ്ടും ഉണ്ടല്ലോ. ഇതെല്ലാ അഡ്വർടൈസ്മെന്റിലും ഇതെല്ലാം ഉണ്ടല്ലോ. ഇതെല്ലാം ഉണ്ടെങ്കിലേ സാധനം വിറ്റ് പോകുള്ളൂ. നമുക്ക് സാധനം വിറ്റ് പോകണമല്ലോ. അപ്പോ നിങ്ങൾക്ക് പ്രൊഡക്റ്റിലല്ല വിശ്വാസം, ആ പേഴ്സണലാണ് വിശ്വാസം അല്ലേ പറഞ്ഞു? ഓഫ് കോഴ്സ് രാധാമണിയാണ് ഇത് ഉണ്ടാക്കിയത്. രാധാമണി ഉണ്ടാക്കിയ സിറ്റുവേഷനും അങ്ങനെയാണ്. പ്രൊഡക്റ്റിൽ വിശ്വാസമുണ്ട്, കാരണം രാധാമണിയാണ് ഉണ്ടാക്കിയത്. അപ്പൊ രാധാമണിയുടെ കഴിവ് തന്നെയാണ് ആ തോർത്ത്. ചോദിക്കുന്നത് ഇപ്പൊ പറഞ്ഞു ഗർഭിണികൾക്ക് വലുത്, മുന്നോട്ട് ചെറുത്. അപ്പോ വലിയ ഓപ്പൺ സ്പേസ് ആണുള്ളത്. അപ്പൊ ഈ ഓപ്പൺ സ്പേസിൽ നമ്മൾ വളി പിടിപ്പ് എന്തായാലും പുറത്തു വരില്ലേ? വളിക്ക് ചെറിയ തുള, ചെറിയ പ്രസവിക്കുമ്പോൾ വലിയ തുള. അല്ല, തുളയാണെങ്കിലും പുറത്തേക്ക് വരുമല്ലോ, എന്തായാലും സ്മെൽ അടിക്കില്ല. അപ്പൊ അതാദ്യം പറഞ്ഞു സ്പെഷ്യലൈസ്ഡ് ഡിസൈൻ അത് പറഞ്ഞാൽ പല വർണ്ണങ്ങളിൽ പല ഗന്ധങ്ങളിൽ. ഞാൻ പറഞ്ഞു ഹിമാലയത്തിൽ നിന്ന്
കേട്ടില്ല. ഈ നിങ്ങളുടെ മുണ്ട് തോർത്ത് കാണാൻ മറ്റ് തോർത്തുകൾ പോലെ തന്നെയാണ്. എന്തെങ്കിലും കാണുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മറ്റു തോർത്തുകളെ പോലെ ഉണ്ട്, അതിന് വ്യത്യസ്തമായിട്ടുള്ള തോർത്തുകളുണ്ട്. ഏതൊക്കെ കളറായിരുന്നു കിട്ടുന്നതെന്ന് പറഞ്ഞ ഒരു പ്രാവശ്യം പറയാമോ? ചാണകപ്പച്ച, പഴുത്തമഞ്ഞ, തൈര് വെള്ളം. പക്ഷെ ഒരെണ്ണത്തിൽ പോലും ഈ നിങ്ങൾ എറിഞ്ഞതിൽ നിങ്ങളുടെ തോർത്തല്ലാന്ന് തോന്നുന്നു എറിഞ്ഞത് ആക്ച്വലി. കാരണം ആ കളർ അല്ല പുറത്തേക്ക് വന്നത്. അത് ഈ 3 കളറേ ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾ ഇവിടെ എറിഞ്ഞ തോർത്ത് വേറെ ആദ്യവും തോർത്താണ്. അപ്പൊ ഞങ്ങളെങ്ങനെ നിങ്ങൾ വിശ്വസിക്കും? ഈ വൃത്തികെട്ട പ്രൊഡക്റ്റ് ആണുള്ളത് നമ്മളെങ്ങനെ അറിയും? ആദ്യം ഏതോ ആളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഫ്രോഡുകളാണ്. ആദ്യം വരുന്ന തോർത്ത് വെള്ള കളറായിരുന്നു. രാധാമണി കുളിച്ച് അഴുക്കായി പോയപ്പോ ആ കളറായിരുന്നു. കുളിക്കാതെ കുളിച്ച ഏത് തോർത്തും അഴുക്കാവും. കുളിക്കാതിരിക്കുക കഴിഞ്ഞാൽ തോർത്ത് വെളുപ്പിക്കുന്ന എണ്ണം കിടക്കുക. അത് ശരിയാ. പിന്നെ തോർത്ത് രാധാമണി കുളിച്ച് തോർത്താനൊക്കെ കുഴപ്പമില്ല. ഇതാ വളി വിട്ടവന്റെ തോർത്താനാണ്. അത് വളി വിടുമ്പോ ഗന്ധം വരില്ല, ഗന്ധം വരില്ല, കളർ മാറില്ലല്ലോ. അവിടെ എത്ര നേരം വെച്ചോണ്ടിരിക്കുമ്പോ കളർ വരില്ലേ? നമ്മളുടെ ഷഡിയുടെ വരെ കളർ എടുത്തു, പിന്നെ തോർത്തിന്റെ. അപ്പൊ നിങ്ങൾ പറയുന്നത് തോർത്തിന്റെ കളർ മാറും, അപ്പൊ ക്രെഡിബിലിറ്റി പോയില്ലേ? അപ്പൊ നിങ്ങൾ കസ്റ്റമറിനോട് എങ്ങനെ പറയും? ഒരു പ്രാവശ്യം വളി വിട്ടാം, അപ്പൊ ഒരു ദിവസം 3-4 പ്രാവശ്യം വളി വിടുന്ന ആളാണെങ്കിൽ ഓരോ കളർ മാറി ചുവപ്പും പച്ചയായി മാറും. 10-27 കൊല്ലമായിട്ട് വളി വിട്ടോണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് വളി വിടുന്നത്. ആ തോർത്ത് വാങ്ങിച്ചിട്ട് കുറെ നാളായി. ഇത്രയൊക്കെ നല്ല തോർത്ത് കെട്ടുന്നു. വളിക്ക് വിടുന്നതിന് ഒരു പരിധിയില്ലേ? കണ്ടിന്യൂസ് ആയിട്ട് വളി വിട്ട ഏത് തോർത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റും? ആദ്യം വളി വിടുന്നത് കൺട്രോൾ ചെയ്യുക, പിന്നെ തോർത്ത് മാറി കൺട്രോൾ. 27 വർഷമായിട്ട് കഴുകാതിരിക്കുന്ന തോർത്താണ്, അപ്പൊ മാറ്റി വെക്കാം. അങ്ങനെയാണോ? 27 വർഷമായിട്ട് കഴുകിയിട്ടില്ല പുള്ളി. 27 വർഷമായിട്ട് കഴുകിയിട്ടില്ല. അത് കഴുകിയിട്ടില്ലായിരിക്കാം, അത് പുള്ളിയുടെ യൂസ് വെച്ച് കഴുകിയിട്ടില്ലായിരിക്കാം. ഇപ്പൊ ഓരോ വളിക്കും ഓരോ തോർത്ത് പറയുമ്പോൾ അങ്ങനെ കാശ് വേണോ? അത്രയും ഓരോ വളിക്കും ഓരോ തോർത്ത് അത് നടക്കില്ലല്ലോ. നിങ്ങൾ എത്രയാണ് ചാർജ് ചെയ്യുന്നത് ചോദിക്കാൻ പറ്റും? 999 രൂപ. ഇത്രയും എന്താ പറയുക, സീരിയസ് ആയ ഒരു പ്രൊഡക്റ്റിന് 900 രീതിയിലുള്ള മാർക്കറ്റിംഗ് ഭയങ്കര മോശമല്ലേ? ഒരിക്കലും അങ്ങനെ ഒരു സീരിയസ്നെസ് ഇല്ലാത്ത ഒരു, അതായത് പാവപ്പെട്ട ആൾക്കാരുണ്ട്, പട്ടിണി പാവങ്ങളുണ്ട്, എല്ലാവരെയും നമ്മൾ മുന്നിൽ കണ്ടാണ് തോർത്ത് പുറത്തോട്ട് എടുക്കുന്നത്. അപ്പൊ എല്ലാവരും 900 അതെന്താണ്? എന്തൊരു വിലയാണ്? നമ്മുടെ തോർത്ത് 35-40 രൂപയ്ക്ക് ലഭിക്കുന്ന തോർത്തുകൾ നിങ്ങൾ 900. അത് തന്നെ ഒരു ചേട്ടൻ വാങ്ങുന്ന 35 തോർത്തിന്റെ തോർത്തിട്ട് ചേട്ടൻ വളി വിട്ട ആ വളിയുടെ മണം അപ്പുറത്തടിക്കലും ചേട്ടൻ ഉറപ്പുണ്ടോ? ചേട്ടൻ വാങ്ങുന്ന തോർത്തില് ചേട്ടൻ വളി വിട്ട് കഴിഞ്ഞാല് അതിന്റെ മണം അപ്പുറത്തേക്ക് നാളെ അടിക്കില്ല ചേട്ടൻ ഉറപ്പുണ്ട്. അത് നീ വന്ന് പുറകിൽ നിന്നിട്ട് കേൾക്കുവാണെങ്കിൽ അങ്ങനെ, മണക്കുവാണെങ്കിൽ അതിന്റെ ആവശ്യം എനിക്കില്ലല്ലോ. ചേട്ടന്റെ വളി കേൾക്കാനില്ല ഞാൻ എടുക്കുന്നത്. നീ വന്ന് നോക്കിയാൽ അതിന്റെ ആവശ്യം എനിക്കില്ലല്ലോ. ഞാൻ മറ്റുള്ളവരുടെ വളിയെ മണക്കാനില്ല. അല്ലാതെ ഇപ്പോ ഞാൻ നമുക്കറിയില്ലല്ലോ, പുറത്തുള്ളവർക്കല്ലേ. അപ്പൊ ഞാൻ പറയണത് നീ വരിക, വീട്ടിൽ വരിക, ഞാൻ വളി വിട്ട സമയം പറയാം. എനിക്കതിന്റെ ആവശ്യമില്ല. രാധാമണിയെ പറയണം. രാധാമണി ഇടയ്ക്ക്